ഹലോ, വെൽക്കം ടു മൈ ചാനൽ. കൂട്ടുകാർ എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെ അഡീനിയം ചെടിയെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. നമ്മുടെ ബോഗൺവില്ല പോലെ തന്നെ ഒരുപാട് വെയിൽ വേണ്ട ഒരു പ്ലാന്റാണ് ഈ അഡീനിയം പ്ലാന്റ് കേട്ടോ. അഡീനിയം പ്ലാന്റിന് ഡെസേർട്ട് റോസ് എന്ന പേരും കൂടി ഉണ്ട് കേട്ടോ. ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നനയ്ക്കാൻ. 1-2 ദിവസം ഈ ചെടിക്ക് നനച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ലാത്തൊരു പ്ലാന്റാണ് ഈ അഡീനിയം പ്ലാന്റ്. അഡീനിയം പ്ലാന്റിനെ ഇടയ്ക്കിടെ കട്ട് ചെയ്ത്, അതായത് പ്രൂൺ ചെയ്ത് നിർത്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ അഡീനിയത്തിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ വിത്തുകൾ കാണാത്തവർ കണ്ടോ, ഇതാണ് ഇതിൻ്റെ വിത്ത്. കണ്ട ഇതിങ്ങനെ നീളനെ നോക്കും. ഇത്തിരി നാൾ പിടിക്കും ഇതൊന്ന് വിത്ത് എന്താ പറയുക മൂപ്പെത്തണ്ട. എന്നിട്ട് അതിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ വിത്തും നമ്മൾ തയ്യൊക്കെ മാപ്പിക്കുന്നത്. ഇതാണ് ഇഷ്ടം പോലെ എന്താ പറയുക മുട്ടുകൾ വരാറുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതിന് കണ്ടോ, ഇതിൻ്റെ കോഡക്സാണിത്, അഡീനിയത്തിൻ്റെ കോഡക്സാണ്. അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി ഇങ്ങനെ നന്നായിട്ട് കയ്യിൽ കൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കണം കേട്ടോ. കണ്ടോ, ഇത് താഴോട്ട് മറ്റുള്ള ചെടികളെ പോലെ വേര് താഴോട്ട് ഇറങ്ങി ഇതിൻ്റെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ അഡീനിയത്തിന് എപ്പോഴും ഇതാണ് ഇതിൻ്റെ കോഡക്സ് ഇതേ കണ്ടത് നല്ലാണ്ട്. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് തള്ളി ഞാൻ നിൽക്കാം. നന്നായിട്ട് വെയിൽ കൊള്ളണം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഇതിനില്ല. പുല്ലുകളൊക്കെ നമുക്ക് പറിച്ച് കളയാം. അഡീനിയം പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ റെഡാണ് നമ്മുടെ വലിപ്പ് ഇത് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കോഡക്സ് ഇങ്ങനെ പുറന്തള്ളി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കണം. അതേപോലെ ഇങ്ങനെ മണ്ണിൽ താത്തി കുഴിച്ചിടാൻ പാടില്ല. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് നീണ്ടു പോയിട്ടുണ്ട്. നമുക്ക് ഇതിനെടുത്തിട്ട് ഒരു ഇതുപോലത്തെ ഒരു വലിയ പോട്ടാണ് അഡീനിയത്തിന് വേണ്ടത് കേട്ടോ. ഇതേപോലെയുള്ള പോട്ടുകളല്ല വേണ്ടത്. ഇതേപോലെയുള്ള നല്ല വട്ടത്തിലുള്ള പോട്ടുകളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ ചെടിയെ നമുക്ക് ഈ കുഞ്ഞ് അഡീനിയം പ്ലാന്റിനെ നമുക്ക് ഇതിലേക്ക് മാറ്റുന്നത് കേട്ടോ. ഇതിന് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ ഞാനിതിൽ ഇടുന്നത് എന്താ പറയുക, എല്ലുപൊടി ഇടാറുണ്ട്, ചെറുതായിട്ടൊന്നും എല്ലുപൊടി ഇടാറുണ്ട്. പിന്നെ മുട്ടത്തോട് പൊടിച്ചിട്ടുണ്ടല്ലോ, ഇത് മുട്ടത്തോട് മിക്സി ജാറിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കുത്തി ഇളക്കിയിട്ട് പിന്നെ ആവശ്യമില്ലാത്ത പുല്ലൊക്കെ മാറ്റി കളഞ്ഞ് നന്നായിട്ട് ഇവിടെയൊക്കെ ഒന്ന് കുത്തി ഇളക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. പിന്നെ 10-12 ദിവസം കഴിയുമ്പോൾ എല്ലുപൊടി ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല ചെറുതായിട്ടൊന്ന് കുത്തി ഇളക്കാറുണ്ട്. വേരിന് ഇല്ലാണ്ട് ദോഷമൊന്നും ഇല്ലാണ്ട് കുത്തി ഇളക്കി കൊടുക്കും. ആവശ്യമില്ലാത്ത പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ കളയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിന് ഒരുപാട് വെള്ളം നനവ് ആവശ്യമില്ല. നല്ല വെയിൽ വേണം, നല്ല നിറച്ച് കിട്ടുന്നുണ്ടാവുള്ളൂ കേട്ടോ. ഇതുണ്ട്, ഇപ്പോൾ നമുക്ക് നല്ല വെയിൽ ഇടുന്ന സമയമാണ്. അതേപോലെ തന്നെ ഒരുപാട് വെള്ളം വേണ്ട, ഒരു നേരമൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. മണ്ണ് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ. ഇതുപോലെ ഞാൻ നേരത്തെ വിത്ത് കാണിച്ചു തന്നിട്ടുണ്ടല്ലേ, ആ വിത്ത് പാകി അതിന് തൈ മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇത് കണ്ടത് ഇതുപോലെ മണ്ണ് ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞില്ലേ വേര് ഉള്ളിലേക്ക് പോകണ്ടാന്ന്. ഇതിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കണം. ഈ സംഭവം നന്നായി വെയിൽ കൊള്ളണം. അതുപോലെ ഇങ്ങനെ നീണ്ട് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബ്ലേഡ് എടുത്തോ മുറിച്ചുള്ള സംഭവം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒരു എന്താ പറയുക ഇത് സാഫാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ സാഫ് ഒന്ന് പരത്തി കൊടുത്തിട്ട് വെയിലത്തൊക്കെ വെച്ചാൽ അവർ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. അതുപോലെ നീണ്ട് പോകാണ്ട് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. എനിക്കറിയുന്ന പോലെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് നീണ്ടു പോയിട്ട് ഇത് കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് മുറിക്കുക. ഇതാ അങ്ങനെ മുറിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഈ സാഫ് ഉണ്ടല്ലോ അതിൽ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ മുറിഞ്ഞ ഭാഗത്ത് തേച്ച് കൊടുക്കാം. കണ്ടോ, സാഫാണ് കേട്ടോ. ഇതാ ഇതുപോലെ കണ്ടോ. അത് കഴിഞ്ഞ് ഇതാ ഇത് ചുറ്റും ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ മുട്ടത്തോടുണ്ട്, മുട്ടത്തോട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതാ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് 10-12 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലുപൊടിയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മുട്ടത്തോടിൻ്റെ പൊടി എന്നുള്ളത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തൊടിയിലെ മണ്ണ് തന്നെയാണ് കേട്ടത്. അപ്പം മണൽ ഇതാണ് അഡീനിയത്തിന് ഏറ്റവും ബെസ്റ്റ്. മണലാണ് അഡീനിയത്തിന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അതെ ഇതുപോലെ ഒരു പോട്ട് എടുത്തു. ഈ മണൽ അതിൻ്റെ കൂടെ ഇത്തിരി ചെറുതായിട്ടൊരു സാഫ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് വേപ്പിൻ പിണ്ണാക്കാണ്, അതുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തൊഴി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ അഡീനിയത്തിന് സാധാരണ മണ്ണിനേക്കാളും ഏറ്റവും നല്ലത് മണലാണ്. ആ മണലാണ് കൂടുതൽ എടുത്തേക്കുന്നത് കേട്ടോ. മണൽ പിന്നെ ഇത്തിരി വേപ്പിൻ പിണ്ണാക്ക് കേട്ടോ. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ അഡീനിയത്തിനുണ്ടല്ലോ വെള്ളം വല്ലാണ്ട് നീണ്ടു പോയിട്ട് അത് നമുക്കെടുത്ത് പോട്ടിലേക്ക് വെക്കാം. അപ്പോൾ ഇതേ പോട്ടിലേക്ക് ഇതേ 2 കല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്ടയുള്ള പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കൂട്ടി വെച്ച ഉണ്ടല്ലോ അതെടുത്ത് ഇട്ട് കൊടുക്കാം. മണൽ അതേപോലെ ഇത്തിരി വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിട്ടുള്ളത് അതിട്ട് കൊടുത്തിട്ട് ഇത്ര കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ
ദേ കുതിർത്തി വെച്ച സംഭവം ഉണ്ടല്ലോ അതെടുത്ത് ദേ ഒന്ന് തട്ടി കൊടുക്കാം. വരും കണ്ടോ. അപ്പോൾ അതിൻ്റെ വേര് നിൽക്കണുണ്ടോ കണ്ടോ. കണ്ടോ ഈ സംഭവങ്ങൾ പുറത്തേക്ക് വരണം. ഇത് ഞാൻ മുന്നേ മുട്ടത്തോട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുട്ടത്തോട് ഇട്ട് കൊടുക്കണമെങ്കിൽ മിക്സി ജാറിൽ ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൽ രണ്ടെണ്ണമുണ്ട് അടീനിയ. അപ്പോൾ അതിനെ നമുക്ക് വെള്ളത്തിൽ മാറ്റി വയ്ക്കാം. അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ അടീനിയത്തിൻ്റെ ഈ അടീനിയത്തിൻ്റെ ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഇതിന് നമ്മൾ പുറത്തേക്ക് ആക്കി വെക്കാൻ പോവാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ചെറിയ രീതിയിൽ മണ്ണിലേക്ക് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള ചെറുതായിട്ടൊന്ന് മണ്ണ് അരിവശത്തൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് വീഴാത്ത രീതിയിൽ ഇതാവണ്ട. ഇതേപോലെ പടക്കുന്ന ബാക്കിയുള്ള മണ്ണ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത വേരുകളുണ്ടല്ലോ. ഈ അടിയിലത്തിന് ഒരുപാട് വേരുകൾ ഇങ്ങനെ ഉണ്ട്. ഈ ആവശ്യമില്ലാത്ത വേരുകളൊക്കെ നമുക്ക് കളയാം. കണ്ടോ ഒരുപാട് വേരുകൾ അവിടെ ഇവിടേക്ക് കാണും. അതൊക്കെ ആവശ്യമില്ല, നമുക്കത് കളയാം. ഇത് കണ്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭംഗി നമ്മൾ കഷ്ടപ്പെടും. ഇത് കണ്ടോ ഇതൊന്നും വേണ്ട, വല്ലാണ്ട് അടിയിലേക്ക് പോയിട്ടുണ്ട്. ആ വേരൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് താങ്ങി നിർത്താനുള്ള മണ്ണ് മാത്രം, മണ്ണിൽ അതിന് താങ്ങി നിർത്താനുള്ള മണ്ണ് മാത്രം അടിയിനത്തിലിട്ട് കൊടുത്താൽ മതി. കണ്ടോ ഇതൊക്കെ നമുക്ക് പുറത്തേക്ക് കാണേണ്ടതാണ് എപ്പോഴും. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. എപ്പോഴും ഇത് ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ. ഇതിങ്ങനെ നീണ്ടു നിൽക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് മുറിച്ച് കളയണം കേട്ടോ. കണ്ടോ അത് കളഞ്ഞിട്ട് അതിലേക്ക് ഇത്തിരി നമ്മുടെ ഈ സാഫ് ഒന്ന് പറ്റുന്നുണ്ട്. ഇനി അതിൽ നിന്ന് ഇലകളൊക്കെ പൊട്ടി മുളച്ച് വരും കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ എവിടെയുണ്ട് ഇത് കണ്ട ഈ സൈഡൊന്നും ഞാൻ ഇതുപോലെ മുറിച്ച് കളയുന്നുണ്ട്. അതിൻ്റെ സാഫ് വീണ്ടും ഈ സൈഡിലേക്ക് കണ്ടു ഇവിടെ ഇങ്ങനെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പുതിയ ശാഖകളൊക്കെ വന്ന് മുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതങ്ങനെയാണ് ഉണ്ടായത്. ഇവിടെ മുറിച്ചതാണ് മുൻപ്, കുറേ നാൾ മുൻപ് ഇതുപോലെ മുറിച്ചതാണ്. അപ്പോൾ അതേമാതിരി പറ്റിയതിൻ്റെ എന്താ നമ്മുടെ സാഫ് പറ്റിയതിൻ്റെ കാണുന്നുണ്ടോ അതിൻ്റെ അതിൽ നിന്ന് ഒരു സംഭവം വന്നിട്ട് ഇവിടെ പൂവുണ്ടായതാണ് കേട്ടോ. ഇത് ഞാനിതുപോലെ എന്താ പറയുക നന്നായിട്ട് നീളം വന്നു കേട്ടോ. ഈ അടീനിയത്തിൻ്റെ ചെടി നല്ല നീളം വന്ന് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ കുറേ നാൾ മുമ്പ് ഇതുപോലെ മുറിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള സാഫ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ അതേപോലെ തന്നെ പുരട്ടി. അപ്പോൾ ഇതേ കണ്ടോ അവിടെ നിന്ന് പുതിയ ശാഖകൾ ഇതേ കുഞ്ഞി ഇലകളൊക്കെ വന്ന് കണ്ടോ. അതൊന്ന് മറ്റൊക്കെ കാണിച്ചു കണ്ടോ ഇവിടെ നിന്നൊക്കെ മുറിച്ചതാണ്. അതിൻ്റെ സാഫിൻ്റെ ഇതാണ് കാണുന്നത്. അവിടെ ഇവിടെ നിന്നൊക്കെ മുറിച്ച് കുഞ്ഞ് സ്ഥലത്ത് നടക്കാം ഓരോ കുഞ്ഞു കുഞ്ഞു ശാഖകളൊക്കെ വരുന്നുണ്ട്. ഇതേപോലെ പ്രോഡക്ട്സ് കണ്ടോ അതിൻ്റെ ഇങ്ങനെ നിൽക്കണം. ഇതിൻ്റെ ആവശ്യമില്ലാത്ത പുല്ലുകളൊക്കെ കളയണം. നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. കയ്യിലിപ്പോൾ മുട്ടത്തോടാണല്ലോ ഉള്ളത്. മുട്ടത്തോടിൻ്റെ പൊടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചിക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിക്കിയിട്ട് ഒന്ന് കഴിക്കും ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മുടെ അടീനിയം വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കണമെന്നാണ് നല്ലത്. വെള്ളം വളരെ കുറേശ്ശെ കൊടുത്താൽ മതി. വീഡിയോ എടുക്കുമ്പോൾ തന്നെ നേരിട്ട് സൗണ്ട് കൊടുത്തിരുന്നു കേട്ടോ. ആ സമയം റോഡ് സൈഡിലെ വണ്ടിയിൽ ചില സാധനങ്ങൾ കയറ്റുന്ന ശബ്ദമാണ് കേട്ടോ കേട്ടിരുന്നത്. അടീനിയത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.